നോഡ്യൂൾ രണ്ടിലും വരാം, ഹൈപ്പോയിലും വരാം, ഹൈപ്പറിലും വരാം. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നാച്ചുറലി എങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് ഒരു റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പിറ്റ്യൂട്ടറിയാണ് മാസ്റ്റർ ഗ്ലാൻഡ്, ഹെഡ് ഓഫീസ് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ രക്തത്തിൽ അളവ് കുറയുന്നത് ഇങ്ങനെ 24/7 ഡിറ്റക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അളവ് കുറയുന്ന ഉടനെ നമ്മുടെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിക്ക് മെസ്സേജ് അയക്കും, ദാ നിങ്ങൾ TSH റെഡി ആക്കിക്കോളൂ, ഹോർമോൺ റിലീസ് ചെയ്യണം. അപ്പോൾ ഈ TSH വന്ന് ആക്ട് ചെയ്യുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ്. അപ്പോഴാണ് T3 T4 റിലീസ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് അളവ് വന്നു കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് 10 എണ്ണമാണ് വേണ്ടത്, 10 എണ്ണം രക്തത്തിൽ വന്നു കഴിയുമ്പം എന്ത് പറ്റും, നമുക്ക് വീണ്ടും സിഗ്നൽ പോവും, മതി നിർത്തിക്കും, ഇനി നിങ്ങളുടെ പ്രൊഡക്ഷൻ വേണ്ട. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ് നടക്കുന്നത്. പക്ഷേ ഹൈപ്പോ തൈറോയിഡ് ഉള്ളവർക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന് പ്രൈമറി ഹൈപ്പോ തൈറോയിഡിസം. പ്രൈമറി എന്ന് പറഞ്ഞാൽ തൈറോയിഡിൽ എന്തോ കുഴപ്പമുള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രോപ്പർ സെക്രീഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്ത സാധനം ജോലി ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആളുണ്ട്, പക്ഷെ പുള്ളി ജോലി ചെയ്യൂല, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഈ TSH ഒക്കെ നോർമൽ ആയിട്ട് കാണിക്കുന്നത്. അതെ. പക്ഷേ ഈ നോഡ്യൂൾസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് നമുക്ക് സ്കാൻ ചെയ്ത് സ്കാൻ തന്നെ ചെയ്യണം. നോഡ്യൂൾസ് ഒക്കെ പലപ്പോഴും വരുന്നത് കുറച്ച് കാലമായിട്ട് ഈ പ്രശ്നം നിൽക്കുമ്പം അതിനെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം, അതിന് റെസ്പോൺസ് ആയിട്ടാണ് ഈ നോഡ്യൂൾസ് വരുന്നത്. കാരണം നോഡ്യൂൾസ് എന്ന് പറഞ്ഞ ഒരു അബ്നോർമൽ ഗ്രോത്ത് ആണ് അല്ലേ. അപ്പൊ കുറെ നാൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇദ്ദേഹം അനങ്ങുന്നില്ല, അപ്പോഴാണ് ഈ ഒരു നോഡ്യൂളർ ഒരു സ്ട്രക്ചറിലേക്ക് അത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിൽ നോഡ്യൂൾസ് വരാം, പക്ഷേ ഹൈപ്പോതൈറോയിഡ് നോഡ്യൂൾസും കോമൺ ആണ്. അപ്പോൾ അവിടെ അൾട്രാസൗണ്ട് തന്നെ ചെയ്യണം. കാരണം നമുക്ക് എന്നാൽ വലിപ്പം കണ്ടുപിടിക്കണം. കാരണം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടെറാഡ്സ് എന്ന് പറഞ്ഞാൽ. ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് എത്ര നാൾ നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ഉടനെ തുടങ്ങണോ, അത് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് തൈറോയിഡ് സർജറിക്ക് പോകണോ എന്നെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു അൾട്രാസൗണ്ടിൻ്റെ പിക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നോഡ്യൂൾസ് ഉള്ളവർ എന്തായാലും അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യണം, ഇൻവെസ്റ്റിഗേഷൻസ് മസ്റ്റ്